മിസ്ഹാബ് ബ്രദറെ കേൾക്കുന്നുണ്ടോ താങ്കള്? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. താങ്കൾ ഒരു ഇസ്ലാമിക വിശ്വാസിയാണോ? ആണ്. ഓക്കെ. താങ്കൾ എന്തിനാണ് ഇസ്ലാമിൽ നിൽക്കുന്നതെന്ന് പറയാമോ? ഞാൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ കേൾക്കുന്നില്ല, ക്ലിയർ അല്ല, വിശ്വസിക്കുന്നു. സൗണ്ട് ക്ലിയർ അല്ല. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവാചകന്റെ മാതൃക എന്തെങ്കിലും താങ്കൾക്ക് പിൻപറ്റാൻ കഴിയുമോ? നബിയുടെ ജീവിതം തന്നെ മാതൃകയാണ്. പിൻപറ്റാമോ? നബിയുടെ ജീവിതം തന്നെ മാതൃകയാണ്. താങ്കൾ അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയാണ്. ഒരു ഇസ്ലാമിക വിശ്വാസിയാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ബ്രദറെ? ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ പിന്തുടരണം. ഇസ്ലാമിക എന്തൊക്കെയാണ്? വിശ്വാസിയാവണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലണം. പിന്നെ ഷഹാദത്ത് കലിമ എന്ന് പറയും. ഷഹാദത്ത് കലിമ എന്താണ്? അല്ലാഹു ഷഹാദത്ത് കലിമ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അള്ളാഹുവിന്റെ അറബി പറഞ്ഞേ. അറബി പറഞ്ഞേ ബ്രദറെ. സൗണ്ടല്ല. ഹെഡ്ഫോൺ ഇച്ചിരി ഒന്ന് നീക്കി പിടിക്കണേ ബ്രദറെ. അത് വല്ലാത്ത ഒരു ശബ്ദം പോലെ വരുന്നു. അടഞ്ഞ ഒരു ശബ്ദം പോലെ കേൾക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മതി. ഈ പ്രവാചകന്റെ മാതൃക ബ്രദറിന് പിൻപറ്റാൻ കഴിയുമോ? കഴിയും. ബ്രദറെ, ബ്രദർ ഈ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ബ്രദറിന്റെ മുൻപിൽ ആഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തുവാ ചെയ്യുന്നത്? ആദ്യം വുളൂ ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കും. ഓക്കെ, പക്ഷെ പ്രവാചകന്റെ മാതൃക അതല്ലല്ലോ. എന്താണ് മാതൃക? പ്രവാചകൻ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ട് പ്രവാചകൻ കൈ കഴുകുമായിരുന്നു. കൈ കഴുകും. നമുക്കതൊന്ന് നോക്കിയാലോ ബ്രദറെ? ഓക്കെ. ബ്രദറെ, ഈ മേളിലിട്ടിരിക്കുന്ന ഹദീസ് ഒന്ന് വായിക്കാമോ? ഒരു മിനിറ്റ്. സുനൻ ഇബ്ൻ മാജ 3261 മേളിലിട്ടിട്ടുണ്ട്. അതൊന്ന് വായിച്ച്. ഉറക്കെ ഒന്ന് വായിക്കണേ ബ്രദറെ, ഉറക്കെ ഒന്ന് വായിക്കണേ. അറബിയാണോ വായിക്കുന്നത്? അറബി, ഇംഗ്ലീഷ് വായിച്ചാലും മതി ബ്രദറെ. നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നവര്. അറബിയിലുള്ള കാര്യം തന്നെ അവർ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന്റെ അകത്തുക പറയുകയാണെങ്കിൽ നബി ടോയ്ലറ്റിൽ നിന്ന് വന്നു, അങ്ങനെ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. ഒരു മനുഷ്യന് അദ്ദേഹം എവിടെ പോയിട്ട് വെളിയിൽ വന്നു? ബാത്റൂമിൽ പോയിട്ട് അദ്ദേഹം വെളിയിൽ വന്നു. വെളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്തോ പറഞ്ഞു? വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കേൾക്കുന്നില്ല. എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടോ? താങ്കൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടായി ചോദിക്കുന്നത്. താങ്കളുടെ ഹെഡ്ഫോൺ എന്തെങ്കിലും മൈക്ക് വായുടെ അടുത്ത് ചേർത്ത് വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? കിടക്കുവാണെങ്കിൽ ഒന്ന് എണ്ണിച്ചിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് ശബ്ദം ക്ലിയർ അല്ല. ഇവിടെ മുഹമ്മദ് എന്ത് ചെയ്തു? പുള്ളി ടോയ്ലറ്റിനകത്ത് കയറി. പുള്ളിയുടെ മുൻപിൽ ആഹാരം കൊണ്ടുവച്ചു. അപ്പം പുള്ളി എന്ത് ചെയ്തു? ആ സഹാബി മുഹമ്മദിനോട് ചോദിച്ചു, ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരട്ടെ. വുദു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരട്ടെ എന്നല്ല. ആർ യു നോട്ട് ഗോയിങ് ടു പെർഫോം അബ്ലൂഷൻ? താങ്കൾ വുദു ചെയ്യുന്നില്ലേ എന്ന് സഹാബി മുഹമ്മദിനോട് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് എന്താ പറഞ്ഞത്? അതവിടെ ട്രാൻസ്ലേഷൻ തെറ്റായതായിരിക്കും. ചെയ്യാനുള്ള എന്നാണ് അവിടെ പ്രയോഗിച്ചത്.
ട്രാൻസ്ലേഷൻ തെറ്റാന്നുള്ളത്. ട്രാൻസ്ലേഷൻ ചെയ്ത ആൾക്കാർക്ക് ഈ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. എന്നിട്ട് മുഹമ്മദ് എന്തുവാ പറഞ്ഞത് അവരോട്? ഏ? മുഹമ്മദ് എന്തുവാ ഞാൻ ഉത്തരം പറഞ്ഞത് നിസ്കരിക്കാൻ തിരിച്ച്? പോവുകയാണ് എന്ന്. ഉരീദു സ്വലാ, നിസ്കരിക്കാൻ പോവുകയാണ്. I am ഞാൻ going to നിസ്കരിക്കാൻ പോവുകയാണോ? ഹി സെഡ് ആം ഐ ഗോയിങ് ടു പ്രേ? പോട്ടെ. ഞാൻ Am നിസ്കരിക്കാൻ I going to pray? പോവുകയാണോ? ആ, ഉം. അപ്പം ടോയ്ലറ്റ് കയറി കഴിഞ്ഞ് വെളിയിൽ വന്ന് അദ്ദേഹത്തോട് സഹാബി ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് അബ്ലൂഷൻ ചെയ്യാത്തത്? ആർ യു നോട്ട് ഗോയിങ് ടു പെർഫോം അബ്ലൂഷൻ? വുദു ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എന്തിനാ വുദു ചെയ്യുന്നത്? ഞാൻ നിസ്കരിക്കാൻ പോകുന്നതല്ലല്ലോ. താങ്കൾ പറഞ്ഞു, താങ്കൾ ടോയ്ലറ്റിൽ കയറി വെളിയിൽ ഇറങ്ങുമ്പോൾ താങ്കൾ വുദു ചെയ്തിട്ടേ ആഹാരം കഴിക്കത്തുള്ളൂ. പക്ഷെ മുഹമ്മദിന് അതൊന്നും പ്രശ്നമേ അല്ല. മാതൃകയാണോ? ചെയ്യാൻ പറ്റുമോ മാതൃക? എന്താണ് നിങ്ങൾ പറഞ്ഞത് വ്യക്തമായില്ല. എന്തോ സഹോദര, എന്തോ താങ്കൾ ഞാൻ പറഞ്ഞത് തെറ്റാന്നോ? ആയിട്ട് സംസാരിക്കാൻ ഇരിക്കുവാന്നോ അതോ ചുമ്മാ അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് പറയാൻ വേണ്ടി? സഹാബി പറഞ്ഞു, അല ആത്തേക്ക് വുളു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരട്ടെ. അപ്പൊ റസൂൽ പറഞ്ഞു, ഉരീദു സ്വലാ, ഞാൻ നിസ്കരിക്കാൻ പോവാണോ, നിസ്കാരത്തിന് അതെ, ഉദ്ദേശിക്കുകയാണോ? എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ എന്താ കുഴപ്പം? താങ്കളുടെ മുൻപിൽ ഒരാൾ ഒരു കാര്യം ഒരാളിപ്പം കൊണ്ടുവരികയാണ്, ഒരാൾ വെള്ളം കൊണ്ടുവരികയാണ്, വുദു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരട്ടെ. അപ്പം തിരിച്ച് മറുപടി പറയാ, കൊണ്ടുവാ, ഞാൻ വുദു ചെയ്യാം എന്ന് പറയുന്നതിന് പകരം ഞാൻ നിസ്കരിക്കാൻ പോവുകയാണോ, ആം ഐ ഗോയിങ് ടു പ്രേ എന്ന് തിരിച്ചുത്തരം പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഞാൻ വുദു അതിനെന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിസ്കരിക്കാൻ പോവാണോ എന്ന് ചോദിക്കുക. എന്താ കുഴപ്പം? നിസ്കരിക്കാൻ പോവല്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ പോവല്ലേ. അതെ, ഭക്ഷണം കഴിക്കാൻ പോവാ. അതിനു മുൻപേ പുള്ളി കൈ പോവാണ്. കഴുകിയില്ലെന്ന്. പുള്ളി അതിനെന്താ കൈ പ്രശ്നമുള്ളത്? കഴുകിയിട്ടില്ല. ഇനി മുഹമ്മദിന്റെ ഏതെങ്കിലും മാതൃക താങ്കൾക്ക് പിൻപറ്റാൻ കഴിയുമോ? എല്ലാം മാതൃകയാണ് റസൂലുള്ളാഹിയുടെ ജീവിതം. ഏതെങ്കിലും ഒരു മാതൃക പറയാമോ? മുഹമ്മദിന്റെ ഏതെങ്കിലും മാതൃക പറയാമോ? ഏത് മാതൃകയാണ് എനിക്ക് വേണ്ടത്? ഏതെങ്കിലും താങ്കൾക്ക് പിൻപറ്റാൻ കഴിയുന്ന ഏതെങ്കിലും മാതൃക. ഇസ്ലാമിന്റെ മാതൃക താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് പിൻപറ്റാൻ കഴിയുമോ? ഖുറാന്റെ മാതൃക താങ്കളോട് ചോദിച്ചാൽ താങ്കൾക്ക് പിൻപറ്റാൻ കഴിയുമോ? 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു 6 വയസ്സൊക്കെ അതൊക്കെ നമ്മൾ കഴിഞ്ഞല്ലോ. 6 വയസ്സിന്റെ വിഷയമൊക്കെ ഒരാള് കൺഫേം ചെയ്ത് അതൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബ്രദറെ, ഈ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് പൈസ കൊടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ? 6 വയസ്സുള്ള കുട്ടിയാ? 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിക്കാഹ് കഴിക്കാൻ പറ്റുമോ താങ്കൾക്ക്? പറ്റുമോ എന്നോ? 9 വയസ്സുള്ള ആ കുഞ്ഞിന്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? അതിന് എന്താണ് കുഴപ്പമുള്ളത്? അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമുള്ളത്? അതിനെന്ത് പ്രശ്നം? നിങ്ങൾക്ക് ചുമ്മാ ഗേബ്രിയൽ ബ്രദറെ, അതിന് തന്നെ പ്രശ്നം? അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. 9 വയസ്സോ അതിനെന്താ 6 പ്രശ്നം? വയസ്സോ ഏത് 5 വയസ്സോ നിലക്കാണ് അത് പ്രശ്നമുള്ളത്? അതൊന്നും പ്രശ്നമുള്ള കാര്യം ഇല്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതിലെന്താ ഓക്കെ, പ്രശ്നം അടുത്ത പറ? അല്ല ഇല്ല മാത്രമേ ഒരു അതിലെന്താ നിമിഷം പ്രശ്നം ഒരു പറ? നിമിഷം ബ്രദറെ, അല്ല പുള്ളി എല്ലാ മാതൃകയും പിൻപറ്റാൻ പറ്റുമെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇവിടെ പിൻപറ്റിയാൽ അതിന്റെ പ്രത്യാഘാതം എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഈ അല്ല, പുള്ളി പോസ്കോ പറഞ്ഞു. ഇവിടെ റസൂലുള്ളാഹിയെ ജിബോ ബ്രദറെ, പുള്ളി പറഞ്ഞല്ലോ, 9 വയസ്സുള്ള കുഞ്ഞുമായിട്ട് ജീവിതം നിക്കാഹ് മൊത്തം പകർത്തലല്ല. മനസ്സിലാക്കുന്നില്ല. 9 വയസ്സുള്ള കുഞ്ഞുമായിട്ട് നിക്കാഹ് അദ്ദേഹം ചെയ്യും. അത് മാതൃകയാണ്. മൊത്തം ജീവിതം കൊടുത്ത് പിൻപറ്റലല്ല. റസൂലുള്ള മാതൃകയാക്കാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹാബാക്കൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത് കാണിച്ചിട്ടുണ്ട്? അല്ലാതെ റസൂലുള്ള തിന്ന് ഏത് സമയത്താണ് തിന്ന് ആ സമയത്ത് തിന്ന്, ഏത് സമയത്താണ് ബാത്റൂം പോയത് ആ സമയത്ത് പോവുക, അങ്ങനല്ല. റസൂലുള്ള 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് മാതൃകയാക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുറാനിൽ അതിനെക്കാട്ടിലും കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് നിക്കാഹ് ചെയ്യാമോ? ഖുറാനിൽ 6 വയസ്സിനെക്കാട്ടിലും ചെറിയ കുഞ്ഞുങ്ങളുമായി നിക്കാഹ് ചെയ്യാൻ അനുവാദം ഖുറാൻ കൊടുക്കുന്നുണ്ടോ? ആയത്തെവിടെയുള്ള? ആയത്ത് തന്നാൽ എന്ത് ചെയ്യും? ആയത്ത്
ആയത്ത് തന്നാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? താങ്കൾക്ക് അത് ആദ്യം ആയത്ത് തരും. മാതൃകയാണ്. ഈ താങ്കൾക്ക് അത് പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഞാൻ ആയത്ത് തരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? അല്ല, ആയത്ത് മാതൃകയാക്കണോ ആക്കണ്ടേ എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് ഭയങ്കര ആയത്ത് തന്നാൽ മാനദണ്ഡം. താങ്കൾ എന്ത് ചെയ്യും സഹോദര? അത് പറയൂ. ആയത്ത് താഴെ ആയത്ത് പിന്നെ കാണിച്ചാൽ പുറത്ത് 6 വയസ്സിനെ കാട്ടിലും ചെറിയ കുഞ്ഞുങ്ങളുമായി ആയത്ത് നിക്കാഹ് തന്നിട്ടല്ല പിന്നെ ബന്ധം ചെയ്യാൻ പറച്ചിലുള്ളൂ. ആയത്ത് തന്നാൽ താങ്കൾ എന്ത് ചെയ്യൂന്ന് പറയൂ. ഞാനെന്ത് ചെയ്യാന്? ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ ആയത്ത് തരുന്നേ? അപ്പൊ അതാണ് മറുപടി. ഇനിയും താങ്കൾ പറച്ചിലാണ്. കേക്കൂ. ഇനിയും താങ്കൾക്ക് ഈ വളർത്തുപുത്രന്റെ ഭാര്യയെ തുണിയില്ലാതെ കാണുമ്പോൾ അവളോട് കാമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് കാമം തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ വളർത്തുപുത്രനില്ല. താങ്കൾക്ക് വളർത്തുപുത്രനില്ല. ഇനിയും പുത്രനെങ്ങാനും ഉണ്ടായിരുന്നു, ഈ പുത്രനെങ്ങാനും വലുതായി കഴിഞ്ഞിട്ട് അവനെ കെട്ടിച്ചു വിട്ട് അവൻ്റെ ഭാര്യ മുറിക്കകത്ത് തുണി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ തുണിയില്ലാതെ കണ്ട് അവളോട് കാമം തോന്നിക്കഴിഞ്ഞാൽ അത് നബിചര്യയാണോ? അങ്ങനെ വല്ല ഹദീസ് ഉണ്ടോ? അല്ല, നബി അത് മാതൃകയാക്കിയിട്ടുണ്ട്, അല്ല, അതുകൊണ്ടാണ്. ഹദീസ് ഉണ്ടെങ്കിൽ കൂടി കേട്ടത് പറയല്ലേ. ഹദീസ് അല്ല ബ്രദറെ, ഹദീസ് ഹദീസ് ഉണ്ടെങ്കിൽ അല്ല. ചരിത്ര സംഭവം ഉണ്ടെങ്കിൽ ചരിത്ര സംഭവമാണ് ഞാൻ പറഞ്ഞത്. ചരിത്ര സംഭവം താങ്കൾക്ക് അത് മാതൃകയാക്കാൻ പറ്റുമോ? രേഖ വിടും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തോ രേഖയില്ലാതെ വെറുതെ പൊട്ടത്തരം സംസാരിച്ചിട്ട്. ഓക്കെ, അപ്പം ഇത് പൊട്ടത്തരമാണ്. മുഹമ്മദ് സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ തുണിയില്ലാതെ കണ്ടിട്ട് ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. ചരിത്രത്തിലില്ല എന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ കാണിച്ചു തന്നാൽ താങ്കൾ എന്ത് ചെയ്യും? അങ്ങനെ ഞാനെന്ത് ചെയ്യണം? തെളിവ് നിങ്ങൾ കാണിച്ചു ആദ്യം തന്നാൽ അല്ലാതെ താങ്കൾ അത് അംഗീകരിക്കും, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു പറഞ്ഞ എന്നാ ഞാൻ വായിക്കാം. തെളിവ് വായിക്കാം. വായിക്കല്ല, നിങ്ങൾ തെളിവ് കൃത്യമായിട്ട് പറയും. തിരിച്ചിടാം. തെളിവ് വായിക്കാം. എഴുതിയെടുത്തോണം കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കൈപ്പുസ്തകം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിക്കുക. ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യൂം 8 പേജ് നമ്പർ 2. ഓക്കെ, ഇത് സൈനബിനെ പറ്റി പറയുന്നതാണ്. ബിക്കോസ് ഷീ വാസ് ഡ്രസ്ഡ് ഓൺലി ഓൺ എ ഷിഫ്റ്റ്, ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ ടേൺഡ് അവേ ഫ്രം ഹർ. ഷീ സെഡ്, ഹി ഈസ് നോട്ട് ഹിയർ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹി ഈസ് നോട്ട് ഹിയർ, മെസ്സഞ്ചർ ഓഫ് അല്ലാ. അപ്പം സയ്യിദിനെ തപ്പിക്കൊണ്ടാണ് മുഹമ്മദ് വീട്ടിൽ വന്നത്. അപ്പം വീട്ടിൽ സയ്യിദ് ഇല്ല എന്ന് സൈനബ് തിരിച്ചു പറയാം. ഹി ഈസ് നോട്ട് ഹിയർ, മെസ്സഞ്ചർ ഓഫ് അല്ലാ. കം ഇൻ, യു ആർ ആസ് ഡിയർ ടു മീ ആസ് മൈ ഫാദർ ആൻഡ് മദർ. താങ്കൾ അകത്തേക്ക് വരൂ, താങ്കൾ എൻ്റെ അപ്പനെ അമ്മയെ കാട്ടിലും എനിക്ക് അടുത്തവരാണ്. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ refused to enter. Zainab had dressed in haste. When she was told the messenger of Allah is at the door. അപ്പം എളുപ്പത്തിലാണ് സൈനബ് തുണിയിട്ടത്. മുഹമ്മദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എളുപ്പം തുണിയിട്ടു. ഷീ ജംപ്ഡ് അപ്പ് ഇൻ ഹേസ്റ്റ് ആൻഡ് എക്സൈറ്റഡ് ദി അഡ്മിറേഷൻ ഓഫ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ. പുള്ളിക്കാരത്തി ധൃതിയിൽ ചാടി എണ്ണിച്ചു. ആ എക്സൈറ്റ്മെന്റ് മുഹമ്മദിന്റെ മനസ്സിൽ അവളോട് തോന്നി. excited the admiration of the messenger of Allah, so that he turned away murmuring something. അപ്പം മുഹമ്മദ് എന്തോ പിറുപുറത്തുകൊണ്ട് അവിടുന്ന് കടന്നുപോയി. murmuring something that could scarcely be heard. നമുക്ക് ചെറുതായിട്ട് അത് കേൾക്കാമായിരുന്നു എന്തോ പിറുപിറുക്കുന്നത്. however, he did say overtly, glory be to Allah who cause heart to turn. അള്ളാഹുവിന് സ്തുതി, ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഇനിയും അതിൻ്റെ പേജ് നമ്പർ 4 നിങ്ങൾ വായിക്കണം. അവിടെ പറയുന്നത് എന്താണ്? വൺ ഡേ ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ വെന്റ് ഔട്ട് ലുക്കിംഗ് ഫോർ സയ്യിദ്. ഇത് സയ്യിദിന്റെ മകൻ തന്നെയാണ് ഈ കാര്യം രേഖപ്പെടുത്തുന്നത്. ഇത് ഒന്നുകൂടെ തെളിവ് പറയാം. ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യൂം 8 പേജ് നമ്പർ 4. One day, messenger of Allah went out looking for Zaid. Zaidനെ തപ്പിക്കൊണ്ട് മുഹമ്മദ് ഇറങ്ങി. Now there was a covering of hair cloth over the doorway. ഡോറിൽ ഒരു ഖനമില്ലാത്ത ഒരു തുണി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
But the wind had lifted the covering so that the doorway was uncovered. കാറ്റടിച്ചപ്പോൾ ആ തുണി മാറുകയും ആ ഡോറ് ഡോർവേയിൽ നിന്ന് ആ തുണി മാറുകയും ആ ഡോർവേ മുഴുവനായിട്ടും കാണുന്ന ഒരു രീതിയിലേക്ക് വന്നു. സൈനബ് വാസ് ഇൻ ഹെർ ചേംബർ അൺഡ്രസ്ഡ്. സൈനബ് അവളുടെ മുറിക്കകത്ത്, ചേംബറിനകത്ത് തുണിയില്ലാതെ ഇരിക്കുകയായിരുന്നു, അൺഡ്രസ്ഡ് ആയിരുന്നു. ആൻഡ് അഡ്മിറേഷൻ ഫോർ ഹെർ എൻറ്റേർഡ് ദ ഹാർട്ട് ഓഫ് പ്രോഫറ്റ്. അവളോടുള്ള താല്പര്യം, അവളോടുള്ള മോഹം, അവളോടുള്ള കാമം, അഡ്മിറേഷൻ, അത് മുഹമ്മദിന്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്യപുരുഷന്റെ ഭാര്യ, വേറെ ആരുമല്ല ഈ അന്യപുരുഷൻ, മുഹമ്മദിന്റെ തന്നെ. എന്തോന്ന്? കൃത്യമായ രേഖ, ആ ലിങ്ക് ഒന്ന് മുകളിലിടാമോ സൈറ്റിന്റെ? ലിങ്ക് തരാം ലിങ്കും തരാം, പുസ്തകം തരാം. 40 വോള്യത്തിന്റെ പുസ്തകമാണ് അൽ തബരി. അതിന്റെ 40ാമത്തെ വോള്യത്തിന്റെ അതിന്റെ 8ാമത്തെ വോള്യത്തിന്റെ 4ാമത്തെ പേജിൽ നിന്നാണ്. നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഒന്നിച്ച് വായിക്കാം കേട്ടോ. ഇത് ഒരു മിനിറ്റ്. ബിഹാർ അൽ അൻവർ. ഓക്കെ, താഴെ ഇരിക്കുന്ന സഹോദരന്മാർക്കും നിങ്ങൾക്കും ഹിസ്റ്ററി ഓഫ് അൽ തബരി നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. ഞാൻ മേളിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അതിൻ്റെ PDFs, പുസ്തകത്തിൻ്റെ PDFs നിങ്ങൾ ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കൈ വെക്കുക. ബ്രദറെ മേളിൽ ഹിസ്റ്ററിയാണ്, ഇസ്ലാമിൻ്റെ ചരിത്രമാണ് തബരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തബരി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇമാം തബരി. അദ്ദേഹത്തിൻ്റെ സീറ 40 വോള്യൂംസ് ഉള്ള സീറയാണ്. അതിൽ നിന്ന് 8ാമത്തെ വോള്യത്തിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുസ്തകം മേളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഷാ ബ്രദറിനെ മേളിൽ പുസ്തകം കാണുന്നുണ്ടോ? മിഷാ ബ്രദറെ മേളി പുസ്തകം കാണും. അതിന്റെ 8ാമത്തെ വോള്യൂം ഒന്ന് ഡൗൺലോഡ് ചെയ്യാമോ? അതിന്റെ 8ാമത്തെ വോള്യൂം ഒന്ന് ഡൗൺലോഡ് ചെയ്യാമോ? എട്ടാമത്തെ വോള്യൂം, ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യൂം 8. അതിൻ്റെ 4ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ PDF-നകത്ത് 28ാമത്തെ പേജാണ്, അല്ലെങ്കിൽ പുസ്തകം തുടങ്ങിക്കഴിഞ്ഞിട്ട് 4ാമത്തെ പേജ്. ഇത് അക്കോർഡിംഗ് ടു യൂനുസ് ബി അബ്ദല്ല ഇബിൻ വഹാബ് ഇബിൻ സയ്യിദിന്റെ മകനാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഹു സെഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് ഹാഡ് മാരിഡ് സയ്യിദ് ബിൻ ഹാരിത്ത് ടു സൈനബ് ബിൻ ജാഷ്. മുഹമ്മദ് സയ്യിദ് ബിൻ ഹാരിത്തിനെ സൈനബ് ബിൻ ജാഷുമായിട്ട് നിക്കാഹ് കഴിപ്പിച്ചു. അതിനു മുൻപേ സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാണ് നാട്ടുകാരെല്ലാവരും ഈ സയ്യിദിനെ അറിഞ്ഞിരുന്നത്. ഹിസ് പെറ്റേണൽ ആൺസ് ഡോട്ടർ, സൈനബ് മുഹമ്മദിന്റെ ആൻറ്റിയുടെ മകളാണ്. വൺ ഡേ ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് വെന്റ് ഔട്ട് ലുക്കിംഗ് ഫോർ സയ്യിദ്. സയ്യിദിനെ തപ്പി മുഹമ്മദ് പുറകെ പോയി. ഡൗൺലോഡ് ആയോ ബ്രദറെ? ഡൗൺലോഡ് ആയോ? ഇല്ല, ഡൗൺലോഡ് ആയിട്ടില്ല. എന്നാൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം. ഇനി ഞാൻ വായിക്കുന്നതിൽ നമ്മൾ രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണെങ്കിൽ കാര്യമില്ലല്ലോ. 8ാമത്തെ വോള്യൂം അല്ലേ ഡൗൺലോഡ് ചെയ്യുന്നേ? 8ാമത്തെ വോള്യൂം അല്ലേ ഡൗൺലോഡ് ചെയ്യുന്നേ? മിഷാ ബ്രദറെ, 8ാമത്തെ വോള്യൂം അല്ലേ ഡൗൺലോഡ് ചെയ്യുന്നേ? മൈക്ക് മ്യൂട്ടാണ് ബ്രദർ, അൺമ്യൂട്ട് ചെയ്യൂ. 8ാമത്തെ വോള്യൂം ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ആയോ? ഡൗൺലോഡ് ആയോ? താഴെ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യണേ സഹോദരന്മാരെ. നിങ്ങളെല്ലാവരും ഈ പുസ്തകം ഒന്ന് ഡൗൺലോഡ് ചെയ്ത്. ഡൗൺലോഡ് ആയോ? മിഷാ ബ്രദറെ, ഡൗൺലോഡ് ആയോ? ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ PDF-നകത്ത് 28ാമത്തെ പേജ്, അല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ 4ാമത്തെ പേജിലേക്കൊന്ന് വന്നേ.
ഓക്കെ. പുസ്തകമാണല്ലോ, ലിങ്ക് ഒന്നും അല്ലല്ലോ? ഇല്ല PDF ആണ്. പുസ്തകമാണ്, PDF ആണ്. ഓക്കെ, അതിൻ്റെ 4-ാമത്തെ പേജ് തൊട്ട് ഞാൻ വായിക്കട്ടെ. ഓക്കെ. ഓക്കെ. According to Yunus B. Abd Allah ibn Wahab ibn Zaid. കറക്റ്റ് അല്ലേ? ഓക്കെ. Who said the messenger of Allah married Zaid bin Harith to Zainab bin Jash, his paternal aunt's daughter. One day the messenger of Allah went out looking for Zaid. Now there was a covering of hair cloth over the doorway. ഡോറിൽ ഒരു കനമില്ലാത്ത ഒരു തുണി അവിടെ കട്ടനായിട്ടുണ്ടായിരുന്നു. But the wind had lifted the covering so that the doorway was uncovered. കാറ്റടിച്ചപ്പോൾ ഈ തുണി മാറി, അപ്പോൾ ഡോർവേ മുഴുവനും നമുക്ക് കാണാം. But the wind had lifted the covering so that the doorway was uncovered. Zainab was in her chamber, undressed, and admiration for her entered the heart of the prophet. സൈനബ് തുണിയില്ലാതെ ആ മുറിക്കകത്തുണ്ടായിരുന്നു. അവളോടുള്ള താല്പര്യം, കാമം, മോഹം ഇതെല്ലാം മുഹമ്മദിന്റെ അകത്തേക്ക് വന്നു. After that had happened, she was made unattractive. നിങ്ങൾ എവിടെയാണ് വായിക്കുന്നത്? പേജ് നമ്പർ 4 ബ്രദറെ, 4-ാമത്തെ പേജ്. After that had happened, അതിന്റെ മേളിലോട്ട് വായിക്കട്ടെ. Zainab was in her chamber, undressed, and admiration for her entered the heart of the prophet. അവളോടുള്ള താല്പര്യം മുഹമ്മദിന്റെ അകത്തേക്ക് വന്നു. After that happened, she was made unattractive to the other man. ഇതിനു ശേഷം മറ്റേ പുരുഷന്, സയ്യിദിന്, അവളോടുള്ള താല്പര്യം കുറഞ്ഞു, ഇല്ലാതെയായി, അൺഅട്രാക്റ്റീവ് ആയി അവള്. കറക്റ്റ് അല്ലേ? So he came. ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കും. ആദ്യം മുതലല്ലേ? താങ്കൾ എടുത്തോ? പേജ് നമ്പർ 4 എടുത്തോ? പേജ് നമ്പർ 4 എടുത്തു. എന്നാ ബ്രദർ വായിച്ചു. ബ്രദർ തന്നെ വായിച്ചു. ഞങ്ങൾ വായിക്കില്ല, പ്രശ്നമുണ്ട്. താങ്കൾ വായിച്ചു. അല്ല, എവിടെയാണ് സംഭവം? അത് ശരി. 4-ാമത്തെ പേജ് തൊട്ട് 28-ാമത്തെ PDF-ൽ 28-ാമത്തെ പേജും, അല്ലെങ്കിൽ പുസ്തകത്തിനകത്ത് 4-ാമത്തെ പേജ് തൊട്ട് താഴോട്ട് വായിക്കുക. അക്കോർഡിംഗ് ടു യൂനസ്. വായിച്ചു. അല്ല, നിങ്ങൾ വായിച്ചോ? ബ്രദർ വായിക്കാം. ഞാനിപ്പോ 2 പ്രാവശ്യം വായിച്ചു. ഞാൻ വായിച്ചാൽ ശരിയാകത്തില്ല ബ്രദർ. എന്റെ പൊന്നു സാറെ, താഴത്തോട്ട് വായിക്കുക. താങ്കൾക്ക് എന്താണ് അതിനകത്ത് മനസ്സിലാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞങ്ങൾ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. താങ്കൾ അങ്ങ് വായിച്ചിട്ട് ഇനി പറഞ്ഞു. നിങ്ങൾ വായിച്ചോളൂ. അക്കോർഡിംഗ് ടു യൂനസ് എന്ന് വെച്ച് താങ്കൾ അങ്ങോട്ട് താഴോട്ട് വായിക്കും പ്ലീസ്. അല്ല, നിങ്ങളൊന്നും കൂടി വായിക്കൂ. സംശയമുള്ളത് നിങ്ങൾക്കല്ലേ? ഞങ്ങൾക്ക് സംശയമില്ലെന്ന്, ഞങ്ങൾക്ക് അത് വായിച്ച് ക്ലിയർ ആണേ. ഞങ്ങൾക്ക് ഒരു സംശയമില്ലെന്ന്. നിങ്ങൾ സംശയമുള്ള ഭാഗം പറയുന്നു. അത് സംശയമുള്ള ഭാഗവും പറഞ്ഞു കൊടുക്കുക. പുള്ളി വായിക്കും, അവിടെ നിന്ന് വായിക്കും. ആ കാറ്റടിച്ച് തുണി അവിടുന്ന് അങ്ങ് വായിച്ചേരെ. വൺ ഡേ ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ എന്ന് തൊട്ട് അങ്ങ് വായിച്ചേ. ഞാൻ ഈ ഗോഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഗോഡ് എന്നൊന്നും എനിക്ക് അള്ളാനെ വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അല്ലാന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. താഴോട്ട് വായിച്ചു. അറബി PDF ഉണ്ടോ? ഇനിയിപ്പോ അറബി PDF-ന് ഇവിടെ എല്ലാം അറിയാൻ പാടില്ലാത്തവരെ കൊണ്ടാണല്ലോ തബ്രി ഇത് മാറ്റിയേക്കുന്നത്. ഇതിങ്ങനെ എഴുതി വെപ്പിച്ചേക്കുന്നത് അറബി അറിയാത്ത ഏതോ ഒരാളെ വിളിച്ചിട്ടാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അറബി കിട്ടുമെന്ന് ചോദിച്ചതാണ്. നിങ്ങൾ ഈ തബ്രി ഈ പറയുന്ന സൗദിയിലും അല്ല, അല്ലെങ്കിൽ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലും അല്ലേ ആൾക്കാർ അറബി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ആൾക്കാർ എങ്ങനെ ഇത് വായിച്ച് മനസ്സിലാക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. ഗബ്രിയേൽ ബ്രദറെ, ഇതാണ് ഒരു നോർമൽ ഒരു മുസ്ലിമിന്റെ ലാസ്റ്റ് കച്ചിത്തുരുമ്പാണ് അറബി. അറബി പറഞ്ഞ് രക്ഷപ്പെടുക. അതല്ല, അതിന്റെ ഒറിജിനൽ കോപ്പി ഉണ്ടെങ്കിലല്ലേ പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഈ പുസ്തകത്തിന്റെ തർജിമ, ഇത് ചില്ലറ ആൾക്കാരൊന്നും അല്ല അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേളിൽ നിന്ന് താഴോട്ട് വായിക്കേ. ഇത് എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്? ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് പ്രസിൽ ഇത് പ്രിന്റ് അടിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇസാൻ അബ്ബാസ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർഡൻ അമാൻ, CE ബോസ്വർത്ത്, ദ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ,
അങ്ങനെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസിന്റെ അത് രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ പറയുന്നത് സെന്റർ ഫോർ ഇറാനിയൻ സ്റ്റഡീസ് കൊളംബിയ യൂണിവേഴ്സിറ്റി, സയ്യിദ് ആമിർ അജ്മോണ്ട് എഡിറ്ററാണ്. ഒരു മുസ്ലിമാണ് അതിന്റെ എഡിറ്റർ. ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് വോളിയം എന്ന് പറഞ്ഞ് താഴോട്ട് വരികയാണ്. ഇതിന്റെ ദ വിക്ടറി ഓഫ് ഇസ്ലാം ട്രാൻസ്ലേറ്റഡ് ആൻഡ് അനോട്ടഡ് ബൈ മൈക്കൽ ഫിഷ്ബീൻ. ഇംഗ്ലീഷിൽ അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ ഇത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിം ഈ അറബി അറിയാത്തവന്മാരെല്ലാവരും ഇത് തന്നെയാണ് വായിക്കുന്നത്. ഇനി താങ്കൾക്ക് അറബി വേണമെങ്കിൽ താങ്കൾ പോയി അറബി തപ്പിയെടുക്കും. അത് ഞങ്ങളുടെ കൺസേണേ അല്ല. ഞങ്ങളുടെ കൺസേൺ ഈ പുസ്തകം നിങ്ങൾ വിൽക്കാൻ വെക്കുകയും ഈ പുസ്തകം ലോകത്തിൽ എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പം ചോദ്യം ഇത്രമേ ഉള്ളൂ. ഈ ഒരു ആയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ മുഹമ്മദിന് ഈ സൈനബ് എന്ന് പറയുന്ന ഈ കുട്ടിയുമായി എന്ന് പറഞ്ഞാൽ സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയുമായി തുണിയില്ലാതെ കാണുകയും അവളോടുള്ള താല്പര്യം മുഹമ്മദിന് തോന്നുകയും അത് കഴിഞ്ഞിട്ട് അള്ളാഹ് സൂറ 33 37 ഇറക്കി കൊടുക്കുന്നു. ഞാനത് വായിക്കാം. സൂറ അഹ്സാബ് അതിന്റെ 37. നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്തു തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തിട്ടുള്ളവനുമായ ഒരാളോട് എന്ന് പറഞ്ഞാൽ സൈദിന്റെ വിഷയം പറയും, ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും, അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു. അങ്ങനെ സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയായി തന്നു. മനസ്സിലായോ? സയ്യിദ് അവളിൽ നിന്ന് ഏതാവശ്യമാ? സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിയതിന് ശേഷം അവളെ നാം നിനക്ക് ഭാര്യയായി തന്നു. ഇതാണ് ദൈവിക ഗ്രന്ഥം. ദൈവിക ഗ്രന്ഥത്തിനകത്ത് വളർത്തുപുത്രന്റെ ഭാര്യ, വളർത്തുപുത്രൻ അവളിൽ നിന്നും ആവശ്യം നിറവേറ്റിയതിനു ശേഷം ഭാര്യയായി കൊടുക്കുകയാണ്. ഇനിയും തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നും ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്രേ അത്. അള്ളാഹുവിൻ്റെ കൽപ്പന പെടുന്നതും പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ലാസ്റ്റ്. ഇതാണ് സൂറ 33 37 ഖുറാൻ ആയത്തും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇത് മാതൃകയാണോ? ഇതിലെന്താ പ്രോബ്ലം എന്ന് മുമ്മു പറയുന്നു. അതെ, നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല മുമ്മു, നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. കാരണം നിങ്ങളുടെ വീട്ടിലെ സ്വന്തം മകന്റെ ഭാര്യയാണെങ്കിൽ പോലും അവൾ തുണിയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവളോടും നിങ്ങൾക്ക് കാമം തോന്നാം. കാരണം പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. സൂറ 33 21 എന്താ പറയുന്നത്? ഇത് ഞാൻ വായിക്കാം. ഇത് കേൾക്കൂ. സൂറ 33 21 തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തല തുറന്നിടുന്ന വിഷയല്ലേ പറഞ്ഞു? എന്തോന്ന് തല തുറന്നിടുന്ന വിഷയല്ലേ പറഞ്ഞു? തല തുറന്നിട്ടോ? ശരീരം മൊത്തം വസ്ത്രം അഴിക്കുന്ന വിഷയല്ലേ? കാറ്റടിനപ്പോ തലയിൽ കൊണ്ടുപോയ വിഷയമാണ് പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവാനുള്ള അതിനുള്ളൊരു ഇതോടെ പറയൂ, സംസാരിക്കും, ഞങ്ങൾക്ക് കേൾക്കണം, എന്നാലും മറുപടി പറയാൻ പറ്റും. ഹെയർ ക്ലോത്ത് പോയി എന്നല്ലേ പറഞ്ഞേ? ഹെയർ ക്ലോത്തോ? ആ കട്ടനെ പറ്റിയാണ് ഈ പറയുന്നത്. ഡോറിൽ ഇരുന്ന ആ കട്ടൻ, അത് ചെറിയ ഹെയർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിനാര് അത്രയും ഖനമുള്ള ഒരു തുണിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാറ്റടിച്ചപ്പോൾ അതും മാറി. അങ്ങനെ തുണിയില്ലാതെ സൈനബ്, അൺഡ്രസ്ഡ് ആയിട്ട് സൈനബ് അവിടെ ഇരിക്കുക. അൺഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തോ? എവിടെ അൺഡ്രസ്ഡ് എന്ന് പറഞ്ഞ? നിങ്ങൾ നോക്ക്, താഴത്തോട്ട് നോക്കാൻ താഴോട്ട് വായിക്കും സഹോദര,
താഴോട്ട് വായിക്കൂ. അൺട്രസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത്യാവശ്യം തലമറക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്, ഒന്നും തലമറക്കാത്ത ധരിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല. അല്ല, എന്റെ അതിന് പൊന്നോ, പലതരം വെളുപ്പീരുകളുണ്ട്. അവിടെ ഹിജാബ് എന്നാണ് അറബിയിൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കാണാം. ഹിജാബ്? ഹിജാബ് ഹിജാബ് അറ- ഹിജാബോ? അറ- ഏത് ഹിജാബ്? ഹിജാബ് എന്ന് പറഞ്ഞാൽ അൺഡ്രസ്ഡ് എന്ന് പറഞ്ഞ ഹിജാബ്. ഓ എന്റെ മോന്റെ, ഹെയർ എന്റെ അപ്പൊ കോട്ട് ഇപ്പൊ പോയി എന്നാണ് നിങ്ങൾ അവിടെ. എന്റെ ഒരു മിഷാപ്പേ. കാര്യം ഹെയർ കോട്ട് പോയി ഇത് എന്നാണ് കണ്ടപ്പോൾ അവിടെ ഉള്ളത്. ബാക്കിയുള്ളവർക്ക് അനിഷ്ടമായി ഓക്കെ തോന്നി. ഓക്കെ, അപ്പൊ നിങ്ങളങ്ങനെ ഇത് അങ്ങനെ പറയാനുള്ള കാരണം ദുർവ്യാഖ്യാനിച്ച് എന്താ? നിങ്ങൾക്ക് കൊള്ളാം. ഇത് ദുർവ്യാഖ്യാനിക്കാണ്. പുതിയ സാധനം, അല്ല ഇതുവരെ വന്നേക്കുന്ന അല്ല, പറയാത്ത സാധനം. അൺഡ്രസ്ഡ് ആയിട്ട് ഇവള് തല മറയ്ക്കാതെ നിന്നപ്പോ അവളോടുള്ള താല്പര്യം എന്താണ് മുഹമ്മദിന്റെ അകത്തേക്ക് തോന്നിയത്? അതെ, കൂടിയത് എന്താ? അവള് തല മറയ്ക്കാതെയായിരുന്നു നിന്നത്, ശരി. അവളുടെ മുലകളും ബാക്കി ഭാഗങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു. ഇവളോടുള്ള താല്പര്യം എന്താ മുഹമ്മദിന് തോന്നിയത്? ഇവള് മറ്റൊരാളുടെ ഭാര്യയാണല്ലോ. അതെ, കുഴി കുഴിച്ച് വലിയ വലിയ കുഴിയിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പെയിന്റടി ഒക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ് സഹോദര. ഇവളോടുള്ള താല്പര്യം എങ്ങനെയാ മുഹമ്മദിന് തോന്നിയത്? അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചാണ് അങ്ങനെ ചെയ്തത്. പിന്നല്ലാതെ മുഹമ്മദ്, എന്റെ സഹോദര ഊടായ്പ കാണിക്കല്ലേ, ചുമ്മാതെ വെറുതെ ഉരുളല്ലേ. സത്യസന്ധതയോടെ ഇസ്ലാമിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യസന്ധതയോടെ താങ്കൾ മനസ്സിലാക്കൂ. നബിയുടെ ചരിത്രത്തിലല്ല, നബിയുടെ മുമ്പിലാണ്. തബരി എന്ന് പറഞ്ഞ ആരാണ്? തബരി എന്ന് പറഞ്ഞ കാഫിറാണോ? നബിയുടെ മുമ്പിൽ ജൂതനാണോ തബരി? അപ്പം ഈ തുണി മാറി നഗ്നയായി നിന്ന ഈ സ്ത്രീയെ നോക്കിയപ്പോൾ അവളോടുള്ള താല്പര്യം മുഹമ്മദിന് എന്താ തോന്നിയത്? നസീം ബ്രദറെ, ഫുൾ ഡ്രസ്സിലെ പുള്ളിക്കാരത്തി ഫുൾ ഡ്രസ്സില്, ഒന്നും കാണാൻ പാടില്ല, കണ്ണു എല്ലാം, തലയിലെ തുണി മാത്രം മാറിപ്പോയപ്പോൾ എന്താണ് പുള്ളിയുടെ ഹൃദയത്തിൽ തോന്നിയത്? എന്തുകൊണ്ടാണ് അള്ളാഹു ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അതിനുശേഷം അന്യപുരുഷന്മാർക്ക് അവളോടുള്ള എന്താ പറയുന്നത്, അന്യപുരുഷനല്ല, മറ്റേ പുരുഷന്, മറ്റേ പുരുഷന് അവളോടുള്ള താല്പര്യം തോന്നിയില്ല. എന്തിനാ അങ്ങനെ ചെയ്തത്? അതെന്തിനാ അങ്ങനെ ചെയ്തു പറഞ്ഞു? അള്ളാഹു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവന്റെ അന്യപുരുഷന്റെ ഭാര്യനെ പിടിച്ചിട്ടാണോ ഒപ്പിച്ചു കൊടുക്കുന്നത്? മുഹമ്മദിന് വേറെ ഭാര്യമാരും സ്ത്രീകളും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? വളർത്തുപുത്രന്റെ ഭാര്യയെ തന്നെ ദൈവത്തിന്റെ കൽപ്പനയാണ് അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഈ അള്ളായും ഈ അള്ളായും ഈ നമ്മുടെ ഈ ലോസ് വേഗസിലൊക്കെ ഉള്ള ഈ പിമ്പ് മാമാപ്പണി ചെയ്യുന്നവന്മാരും തമ്മിൽ വ്യത്യാസം വല്ലതും താങ്കൾ കാണുന്നുണ്ടോ? നിങ്ങളെ ദുർവ്യാഖ്യാനാണ്. ദൈവം അങ്ങനെ ഒരാളെ കെട്ടിച്ചു കല്യാണം അല്ല, മാമാപ്പണി ചെയ്യുന്ന പരിപാടി എന്റെ സഹോദര, ഒരാളുടെ കുടുംബജീവിതം തകർത്തിട്ട് ആ പെണ്ണിനെ മുഹമ്മദിന് അള്ളയല്ലേ കാറ്റടിപ്പിച്ചേ? ആരാ? അങ്ങനെയല്ല സഹോദര, നിങ്ങൾ ആ ചരിത്രം പഠിക്കണം. കാറ്റടിപ്പിച്ച ആരാണ്? നിക്ക് ബോണ്ടെ ഒരു മിനിറ്റ്. മിഷാബെ കാറ്റടിപ്പിച്ച ആരാ? തുണി മാറ്റിയതാരാ? മാറ്റിയത് നല്ല കാറ്റടിപ്പിച്ചത് അള്ളാഹുവാണ്. കാറ്റടിപ്പിച്ചത് അള്ളാഹുവാണ്. ആണോ അല്ലയോ? അപ്പൊ ഈ തുണിയില്ലാതെ അൺഡ്രസ്ഡ് ആയിട്ട് ഈ സൈനബ് അകത്തിരിക്കുമ്പോൾ മുഹമ്മദിന് അവളോടുള്ള താല്പര്യം, അല്ല, മുഹമ്മദിന് അവളോടുള്ള താല്പര്യം തോന്നാനുള്ള കാരണം എന്തുവാ? മുഹമ്മദിന് അവളോടുള്ള താല്പര്യം തോന്നാനുള്ള കാരണം മനസ്സിലെത്തി കൊടുത്തു. അതാ ഞാൻ പറയുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ പരിപാടി എല്ലാം കാണിച്ചത് അല്ല, ഈ പരിപാടി വൃത്തികേടെല്ലാം കാണിച്ച അല്ല. എന്ത് വൃത്തിയാണ് എല്ലാം അള്ളാഹുവിന്റെ. നിങ്ങളാദ്യം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. ചരിത്രം നിങ്ങൾ നേരം പോലെ പഠിക്കും. 66 ഒന്നും എടുത്തോ, ബ്രദറെ, ഈ പുള്ളി എല്ലാം അംഗീകരിക്കുവാന്നേ. പുള്ളി ഇതെല്ലാം അംഗീകരിക്കുവാണ്. അള്ളാ ഇത് ചെയ്യുന്നു, ഞങ്ങളുടെ അള്ളാ ഇതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എന്നാ പ്രശ്നം എന്തുവാ? യഥാർത്ഥ ദൈവമായ ഒരു മിനിറ്റ് മിഷാബെ ജിബോ ബ്രദറെ പറയും. പുള്ളിയുടെ ജീവിതത്തിൽ ഇതിലൊക്കെ ചെയ്യുമ്പോ അവരെ മുഹമ്മദ് അങ്ങനെ ചെയ്തു ന്യായീകരിക്കും. ചെയ്യും ബ്രദറെ, ജിബോ ബ്രദറെ, അതൊക്കെ ഓക്കെയാണ്, അവർക്ക് പ്രശ്നമല്ല. പുള്ളിയുടെ മകന് ഒരു ഭാര്യയുണ്ട്,
ഒരു ദിവസം പുള്ളി മകനല്ലല്ലോ, വളർത്തുപുത്രൻ. മകന്റെ വീട്ടിൽ പോവാണ്. അയ്യോ, അല്ല, വളർത്തുപുത്രനല്ല, നിങ്ങൾ വളർത്തുപുത്രനാണ്. പരിചയപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾ ചോദ്യോത്തരം മകനാണ്, ചോദ്യം, വളർത്തുപുത്രൻ ഉണ്ടെന്ന് വളർത്തുപുത്രനാണ്. വെച്ചോ. നിങ്ങൾക്ക് വളർത്തുപുത്രൻ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾ പോവാണ്, ആ ഭാര്യയെ കണ്ടിട്ട് വളർത്തുപുത്രനും ഇഷ്ടപ്പെടും, ഭാര്യയും തമ്മിൽ ഒരുപാട് ഡൈവോഴ്സ് ആക്കി പ്രശ്നങ്ങൾ നിങ്ങൾ വരുന്നു. കെട്ടുവോ? സൗന്ദര്യപ്പിണക്കമായി അത് നിങ്ങളെ അല്ല എന്ത് നിഷാ പഠിക്കണം. ബ്രദറെ, മാന്യതയാണ്? നിഷാ ബ്രദറെ, നിങ്ങളെ നിഷാ ഒരു ബ്രദറെ, നിമിഷം ബ്രദറെ, പഠിക്കുന്ന പറയുന്നതിന് ഇതെല്ലാം തെളിവ് വേണം. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ്. നിക്ക് പറയുന്നതിന് നിക്ക് നിക്ക് തെളിവ് നിക്ക് വേണം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ് ഒരു ഒന്ന് മിനിറ്റ്. പിടിച്ചേ. പുള്ളി പറയുന്ന അവര് തമ്മിൽ സൗന്ദര്യപ്പിണക്കര, തെളിവ് മേടിച്ചതിന് ആ ശ്രമിക്കും. അതൊന്ന് തെളിവ് ഇങ്ങോട്ട് തരേ. വേണം, ആ തെളിവാണെങ്കിൽ തെളിവ് ആ തെളിവ് പറയൂ വേണം. പറയൂ. അവർക്ക് ഈ ഒരു മുഹമ്മദ് ഈ സൈനബിനെ തുണിയില്ലാതെ കാണുന്നതിന് നിങ്ങളെ മുൻപേ തുറയിലൊക്കെ അവർക്ക് അവർക്ക് സൗന്ദര്യപ്പിണക്കമായിരുന്നു എന്നതിന്റെ തെളിവിട്ട് വരും. കാരണം ഈ തബരിക്കകത്ത് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ത്, അവിടെ ഒന്ന് വായിച്ചേ, അതിന്റെ മേളത്തെ ഭാഗം വായിക്കണം. അവിടെ പറയുന്നത്, when Zaid came to house, his wife told him that the messenger of Allah came to his house. Zaid said, why didn't you ask him to come in? She said, I asked him but he refused. Page number 2 ആണ്. She said, I asked him but he refused. Did you hear him say anything? He said. She replied, as he turned away, I heard him say, glory be to Allah who cause hearts to turn. So Zaid left, and having come to Messenger of Allah, he said, Messenger of Allah, I have heard that you have come to my house. Why didn't you go in? You are as dear to me as my father and my mother. Perhaps Zainab has excited your admiration. സൈനബ് താങ്കൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. Perhaps Zainab had excited your admiration. So I will separate myself from her. ഞാൻ അവളിൽ നിന്നും മാറി നിൽക്കാം. The messenger of Allah said, ബ്രദറെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ, എനിക്ക് എക്കോ അടിക്കുന്നു. The messenger of Allah said, keep your wife. മൈക്ക് മ്യൂട്ട് ചെയ്യൂ സഹോദര, എനിക്ക് എക്കോ അടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. The messenger of Allah said, keep your wife to yourself. Zaid could find no possible way to approach her after that day. ആ ദിവസത്തിന് ശേഷം സയ്യിദിന് സൈനബുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയാമോ? പുള്ളി ബന്ധപ്പെടാൻ പോകുമ്പോഴൊക്കെ പുള്ളിയുടെ ഈ സൊനോഗ്രാഫി ഇതുണ്ടാക്കും, എന്തുവാ, സ്വെല്ലിംഗ് ഉണ്ടാക്കും. മനസ്സിലായോ? Keep your wife to yourself. Zaid could not find no possible way to approach her after that day. He would come to the messenger of Allah telling him so, but the messenger of Allah would say to him, keep your wife. Zaid separated from her and left her, and she became free. മനസ്സിലായോ? ഈ ഒരു വിഷയത്തിന് ശേഷമാണ് പുള്ളിയുടെ സുനാഗ്രാഫിക്ക് പ്രോബ്ലം ഉണ്ടായത്. അതുകൊണ്ട് പുള്ളിക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. ഇതെല്ലാം അള്ളയാണ് ചെയ്യുന്നത്. താങ്കളുടെ വീട്ടിൽ താങ്കളുടെ മകന്റെ ഭാര്യയെ ഇങ്ങനെ താങ്കൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ? കാരണം പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. അന്ന് വരെ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് തന്നെയാണ്, വളർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മകനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ ആയത്തിന് ശേഷമാണ് വളർത്തുപുത്രന്മാരാരും വളർത്തുപുത്രന്മാരല്ല, അവരുടെ അപ്പന്മാരുടെ പേരിൽ തന്നെ അവരെ വിളിക്കണമെന്ന് സൂറ 33:5 അള്ളാഹ് ഇറക്കുന്നത്. ഞാൻ അതുകൂടെ വായിക്കാം. നിങ്ങൾ അവരെ ദത്തുപുത്രന്മാരെ, നിങ്ങൾ അവരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർണമായിട്ടുള്ളത്. ഇനിയും അവരുടെ പിതാക്കളെ നിങ്ങൾ അറിയില്ല എങ്കിൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളും മിത്രങ്ങളുമാകുന്നു. ഇത്രയും നാളും മകൻ എന്ന് വിളിക്കുന്ന, ദത്തുപുത്രൻ എന്ന് തന്നെ വിളിച്ച ആൾക്കാരെ ഇന്നു മുതൽ നിങ്ങൾ എന്ത് വിളിക്കണം? അവരുടെ അപ്പന്മാരുടെ പേര് വെച്ച് നിങ്ങൾ വിളിക്കണം. ഈ വൃത്തികേടെല്ലാം ഒപ്പിച്ചു വെച്ചത് മുഹമ്മദും അള്ളാഹുവാ.